ബ്രോ ഇത് സിനിമയുടെ ടൈറ്റിൽ പോലെ തന്നെയാണ് ഈ കൊള്ളയായിട്ട് അത് തന്നെയാണ് ഒരു ഹിസ്റ്ററി തന്നെയാണ്. പക്ഷെ അത് അടിപൊളിയായിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. സാധാരണ നമ്മളൊരു കൊഹിനൂർ സിനിമയൊക്കെ ഇല്ലേ അതിൻ്റെയൊക്കെ അതൊരു മെയിൽ വെർഷനാണ്, ഇത് ഒരു ഫീമെയിൽ വെർഷനാണ്. രണ്ട് പെണ്ണുങ്ങളുടെ അവരുടെ പെർഫോമൻസ് ആണ് ഇതിൽ എടുത്തു പറയേണ്ടത്. പിന്നെ സ്ക്രിപ്റ്റിംഗ് ആയിക്കോട്ടെ മേക്കിംഗ് ആയിക്കോട്ടെ അടിപൊളിയായിട്ടുണ്ട്. നല്ല മൂവി, നൈസ് മൂവി, നന്നായിട്ടുണ്ട്, നൈസ്, വേറെ കുറ്റമൊന്നും പറയല്ല, നല്ല മൂവി. പടം എന്ന് പറഞ്ഞാൽ ഒരു ആവറേജ് മൂവിയാണ്. ആദ്യ പകുതി എന്താ പറയുക, ഒരു ഇതില്ലാതെ നോർമലായിട്ട് പോയ സംഭവമാണ്. സെക്കൻഡ് ഹാഫാണ് അത്യാവശ്യം പടം ഇതിൽ വന്നത്. വേറെ ഒന്നും പ്രത്യേകിച്ച് പറയാനില്ല. സംഭവം നമുക്ക് കണ്ടുമടുത്ത ഒരു സാധനം തന്നെയാണ്. പിന്നെ പ്രഡിക്റ്റബിളാണ്. പിന്നെ എല്ലാവരുടെ പെർഫോമൻസ് അത്യാവശ്യം നൈസായിട്ടുണ്ട്. ഒരു നല്ലൊരു വർക്കെന്ന് പറയാം. പക്ഷേ എന്നാലും ആവറേജ് ലെവലിൽ നിൽക്കുന്നുള്ളൂ. നല്ല ഫിലിം, നല്ല വർക്ക്, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. സൂപ്പർ, അടിപൊളിയായിരുന്നു. അത് തന്നെ അടിപൊളി, നല്ല മൂവിയായിരുന്നു. രജീഷ് വിജയൻ സൂപ്പറായിട്ടുണ്ട്. ഒക്കെ വർക്ക് ചെയ്ത സിനിമയാണ്. അതിൻ്റെ റിസൾട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തും വാങ്ങിയൊക്കെ പോയതിൻ്റെ റിസൾട്ട് സിനിമ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റി. അതുതന്നെയാണ് അതിൻ്റെ ഏറ്റവും നല്ല എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. അത് ഡയറക്ടറായാലും അതിൻ്റെ പ്രൊഡ്യൂസേഴ്സായാലും കോ ആക്ടേഴ്സായാലും ഹോൾ ക്രൂ, അവരോടൊക്കെ നന്ദിയുണ്ട്. അവരോടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തു വാങ്ങിയതിൻ്റെ റിസൾട്ട് കിട്ടിയതിൻ്റെ വലിയ സന്തോഷമുണ്ട്.